മക്കളെ, ഇപ്പം നിങ്ങളെല്ലാം ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബേസിക്കലി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ ഡിഗ്രി എന്ന് പറയുന്ന സംഭവം ഇത്രേ ഉള്ളൂ. നമ്മൾ പഠിക്കുന്നു, മാർക്ക് കിട്ടുന്നു. എങ്ങനെയാണ് മാർക്ക് കിട്ടുന്നത്? ഒന്ന്, ഒരു ഡെഫിനേഷൻ എഴുതുന്നു, അതിന് മാർക്ക് കിട്ടുന്നു. ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ് കരയും വൈ കരയത്തില്ല, എക്സിന് കൊമ്പുണ്ട് വൈക്ക് കൊമ്പില്ല, അതിനും മാർക്കായി. ഇമ്പോർട്ടൻസ് ഓഫ് ABC അതെഴുതുന്നു, അതിന് മാർക്ക് കിട്ടുന്നു. കോൺസിക്വൻസ് ഓഫ് A and B അതെഴുതുന്നു. ഫീച്ചേഴ്സ് ഓഫ് ഡാഷ് അതെഴുതുന്നു, അതിന് മാർക്ക് കിട്ടുന്നു. പക്ഷെ ഒന്ന് ആലോചിച്ചോ, ഒരു എംപ്ലോയർക്കും ഈ കാര്യങ്ങൾ വേണ്ട. നിങ്ങൾ പഠിച്ച് മേടിച്ച മാർക്ക് ഓരോരുത്തർ ജോലിക്ക് പോയി കഴിഞ്ഞാലും ആപ്ലിക്കബിൾ ആവുന്നുമില്ല. അവിടെ വേണ്ടത് എന്താണ്? നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. രണ്ട്, ഒരു ടീമിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ നോക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും നിങ്ങളുടെ ഒരു നെറ്റ്വർക്ക് എടുക്കുവാണെങ്കിൽ, നെറ്റ്വർക്ക് നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരുടെ 5-10 പേരേ ഉള്ളൂ. അവിടെ ഒതുങ്ങിക്കൂടി നിൽക്കുകയാണ്. നമ്മൾ പറയുന്ന അക്കൗണ്ട് ഓപ്പണിംഗ് ആയാലും എന്തായി കഴിഞ്ഞാലും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു യൂണീക്ക് QR തരുന്നുണ്ട്. ആ QRലേക്ക് ഞങ്ങൾ ഓരോ ഓഫേഴ്സ് ആഡ് ചെയ്യും. അപ്പോൾ നിങ്ങളിത് എത്ര ആൾക്കാർക്ക് കൊടുക്കുന്നു, ആ ഓഫേഴ്സ് അവൈൽ ചെയ്യുന്ന കസ്റ്റമേഴ്സ് അവർക്ക് അതിൻ്റെ ഡിസ്കൗണ്ട് കിട്ടും. അവർ പർച്ചേസ് ചെയ്യുന്ന സാധനത്തിൻ്റെ ബേസിലാണ് നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടുന്നത്. ഇത് സെയിൽസാണ്. സെയിൽസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്നുണ്ട് സഞ്ചി തൂക്കിക്കൊണ്ട് പോകുന്നതാണ്, ഫീൽഡിൽ പോയി വെയിൽ കൊണ്ട് നടക്കുന്നതാണ്. അതൊന്നുമല്ല സെയിൽസ്. സെയിൽസ് എന്ന് പറയുന്ന ഒരു വലിയ ഇതാണ്. രണ്ടാമതൊരു കാര്യം, ഏത് മേഖല എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ളത്, ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ എടുക്കുക, അതിന് സെയിൽസ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, അതിൻ്റെ അക്കൗണ്ട്സ് നടക്കുന്നുണ്ട്, അതിൻ്റെ ബാക്ക് എൻഡ് ഡാറ്റ എൻട്രി വർക്കുകൾ നടക്കുന്നുണ്ട്. ഏത് കമ്പനിയിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പല കുട്ടികളുമായിട്ട് സംസാരിച്ചപ്പം അവർ പഠിക്കുന്ന കോഴ്സ് അവർ തന്നെ ചൂസ് ചെയ്തൊന്നുമല്ല, അവർക്ക് മാർക്കിൻ്റെ ബേസിൽ കിട്ടിക്കുന്ന കോഴ്സുകളാണ്. ഈ കോഴ്സ് പഠിച്ചാൽ എവിടെ ജോലി കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കും അറിയത്തില്ല. ഡിഗ്രി എന്ന് പറയുന്ന ഒരു ബെഞ്ച് മാർക്കാണ്. അത് എവിടെ ജോലി കിട്ടണമെന്നുണ്ടെങ്കിലും ഏത് ഡിഗ്രി ആണെന്നുണ്ടെങ്കിലും അത് മതി. പക്ഷേ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഈ വർക്കുകൾ ചെയ്താൽ ഇത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആയിട്ട് മാറും. ഓട്ടോമാറ്റിക്കായിട്ട് ഡിഗ്രി കഴിയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത അത്രയും വർക്കുകൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട്, അതിൻ്റെ ബേസിൽ നിങ്ങൾക്ക് ജോലി കിട്ടും. ഇപ്പോൾ ഒരു ബാങ്കിലേക്ക് ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ചെയ്യുന്ന പണി എന്താണ്? ഫിക്സഡ് ഡെപ്പോസിറ്റ് ക്യാൻവാസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു നെറ്റ്വർക്ക് ഇല്ല, നിങ്ങൾക്ക് ആൾക്കാരെ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ സക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നാണ് പോളിസി ഫില്ല് ചെയ്യാൻ പറയും. അല്ലാതെ ആദ്യമേ എല്ലാവരെയും മാനേജറായിട്ട് കാര്യം എടുത്തില്ല. രണ്ട്, BCom പഠിക്കുന്ന പിള്ളേരുടെയൊക്കെ ഒരു ധാരണ ഉണ്ട്. BCom പഠിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ടൻ്റ് ആകുന്നു. നിങ്ങൾ എന്താണ് പഠിക്കുന്നത് അവിടെ? ഒരു അക്കൗണ്ട് ആകാനുള്ള എന്ത് കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കുന്നത്? നിങ്ങളൊന്നും പഠിക്കുന്നില്ല. ഞാനും BCom പഠിച്ചൊരു വ്യക്തിയായിരുന്നു. ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിന് പോയി കഴിഞ്ഞിട്ടാണ് എന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകുന്നത്. ഡിഗ്രിക്ക് അത് കുറേ തിയറികൾ പഠിക്കുന്നുണ്ട്. ഈ തിയറി സത്യം പറഞ്ഞാൽ ഒരു എംപ്ലോയർക്കും വേണ്ട. പിന്നെ ഇപ്പോഴത്തെ റിക്രൂട്ടേഴ്സിൻ്റെ ഇടയ്ക്ക് 2 രീതിയിലാണ് പിള്ളേരെ കാണുന്നത്. BC/AC, ബിഫോർ കൊറോണ, ആഫ്റ്റർ കൊറോണ. ആഫ്റ്റർ കൊറോണ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. കാര്യം നിങ്ങളുടെ ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ വളരെ കുറവാണ്, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ കുറവാണ്, നിങ്ങൾ ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പോൾ എല്ലാ കമ്പനിയിലും അവിടെ പോകുന്നത് ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ ഓട്ടോമാറ്റിക്കായിട്ടും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ലാഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പതുക്കെ തഴയപ്പെടും. അപ്പം നമ്മുടെ ഈ പ്രോഗ്രാമിൽ നിങ്ങൾ ഇൻട്രോവേർട്ടാണെങ്കിൽ അത് മാറ്റണം. അതങ്ങനെയുള്ള കാര്യങ്ങൾ, ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ തരുന്നുണ്ട്. അപ്പം ഞങ്ങൾ തരുന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏണിങ്സ് ആകും, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആകും, നിങ്ങൾക്ക് പ്ലേസ്മെൻ്റ് ആകും. അപ്പോൾ നമ്മൾ ഈ ചില സിനിമയ്ക്ക് അതൊക്കെ ഇന്നസെൻ്റ് ഒരു മനോഭാവമാണ്, പുച്ഛം. ആ രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതേസമയം ഒരു വേറൊരു പടത്തിൽ ജഗതികളുണ്ട്, എന്തോ വായിച്ച് കഴിയുമ്പോൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് എഴുതേക്കുന്നത്. ആ മെൻറ്റാലിറ്റിക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ ഓൾ ദ ബെസ്റ്റ്.